അനന്തു എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യണ്ടേ? എനിക്ക് ഞാൻ ലൈറ്റ് ഇടാൻ പോവാ. എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം. 6 മണിയായി. സോ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അനന്തു ഓൾറെഡി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് പറയാനുള്ളത്? ഇന്നലെ ഫൈനാൻസ് ചെയ്തതിന്റെ അവസാനത്തെ ആളാണ് നമുക്ക്. അതെ, ഞങ്ങൾ എക്സ്പെക്ട് പോലും ചെയ്യാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്ത ഗസ്റ്റിനെക്കാട്ടിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ലൈക്ക് നമ്മളെ ലാസ്റ്റ് പറഞ്ഞ ഫയാസ് അഹമ്മദ് പുള്ളിക്കാരാണ് ഇപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. നമുക്ക് ടൈമൊന്നും കിട്ടിയില്ല, പുള്ളി പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, ഞങ്ങൾക്ക് അറിയാവുന്ന പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ റെന്റ് എടുത്ത് ഇന്ന് ഞങ്ങളങ്ങനെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്യാൻ പോവുക. ഫസ്റ്റ് പോസ്റ്റും അതെ ഇതാണ് എക്സ്പീരിയൻസ് ആയിട്ട്. എനിക്കറിയത്തില്ല, ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ കാണാപ്പാടം പഠിച്ചു. അതാ അവസ്ഥ. വലിയ ദൂരമൊന്നുമല്ല. ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റുഡിയോ ഞങ്ങളുടെ പഴയ ഓഫീസിന് നേരെ ഓപ്പോസിറ്റ്. ഞങ്ങൾ താമസിന് മിസ് ചെയ്യും. ശരിയാ, ഞങ്ങളുടെ താമസിന് വേണ്ടിയിട്ടാണ് നേരത്തെ അവിടെ കയറി സ്റ്റുഡിയോ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുണ്ടല്ലോ ഈ കഫേ പണ്ട് വന്ന് വർക്ക് വെച്ചാ ഞങ്ങൾക്ക് തന്നില്ല. നമ്മുടെ ഇതാണ് താമസിക്കുന്നതോ? ഇതാണ് കാണുന്നില്ല. എടാ, നിന്റെ മുഖത്തൊരു ടെൻഷനും കാണുന്നില്ലല്ലോ. എന്റെ ഉള്ളില്ല മൊത്തം. ഇതുവരെ ടെൻഷൻ ഇല്ലായിരുന്നു, പക്ഷെ നീ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ടെൻഷനായി. എനിക്ക് പക്ഷെ പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പോഡ്കാസ്റ്റ് ചെയ്യണം. പുള്ളി ഫസ്റ്റ് ടൈമാ, നമ്മളും ഫസ്റ്റ് ടൈമാ. അതുകൊണ്ട് ശരി, രണ്ടുപേരും പിന്നെ ഇങ്ങനെ അത്ര പ്രൊഫഷണലി ഒന്നും സ്റ്റുഡിയോയിലൊന്നും ചെയ്തിട്ടില്ല. നീ എനിക്ക് കേറിക്കോ, ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാം. വരുമോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് പോട്ടെങ്കിൽ ഞാൻ പോയി സെറ്റ് ചെയ്യാൻ. ഓക്കെ. Mr. Fayaz Ahmed, how are you doing? Alhamdulillah, everything is good and fine. It's been a pleasure to get you here. Likewise. എനിക്ക് സത്യം പറഞ്ഞു തോന്നുന്നല്ലോ, നിന്റെ കേസ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. പക്ഷെ പിന്നെ അങ്ങോട്ടില്ലേ, നീ എന്തോ ഒരു കൊറേ പോഡ്കാസ്റ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനുണ്ടായിരുന്നു. ആദ്യം എനിക്ക് കിളി പോയി ബ്രോ. എന്റെ പക്ഷെ എനിക്ക് ഫീൽ ചെയ്തെന്നറിയോ, എന്നെ മറ്റേ ചാർലി ചാപ്ലിനെയൊക്കെ സ്റ്റേജിൽ കൊണ്ടെടുത്തുന്ന പോലെ എന്നെ ലൈറ്റ് ഇല്ല, ക്യാമറയുടെ മുന്നിൽ നോക്കി പറയുന്നതിനെക്കാട്ടി ഇച്ചിരി ഈസിയാ അപ്പുറത്ത് ഒരാൾ സംസാരിക്കാൻ വേണ്ടിട്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്ര പെട്ടെന്ന് എടുത്ത് വെച്ച് പോഡ്കാസ്റ്റ് ചെയ്തില്ല. ലിഫ്റ്റ് ആക്കിയില്ല, വല്ലതും കഴിക്കാം. നമുക്ക് ഇവന്റിന് പോകണം. എന്റെ മോനെ ഡ്രസ്സ് മാറി നമുക്ക് ഇവന്റിന് പോകണം. സോ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇപ്പോഴാണ് ഓർത്തെ, നമ്മൾ ഇത്രയും നേരം ഇല്ലേ, നമ്മൾ ഇതുവരെ വീഡിയോ ഇംഗ്ലീഷിലാണ് ചെയ്തോണ്ടിരുന്നത്, മൊത്തം മലയാളമായി. ഓർത്തില്ല, രാവിലെ ഞാൻ സംസാരിച്ചു തുടങ്ങിയ രീതിയിൽ അങ്ങ് സംസാരിച്ചു പോയി. ഓക്കെ, let's switch to English right now. ഓക്കെ അനന്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ട്രാമിൽ കയറാൻ പോവാം. ഫസ്റ്റ് ടൈം ഞങ്ങള് ട്രാമില് ട്രാം സ്റ്റേഷൻ മീഡിയ സിറ്റി ഇതല്ലല്ലോ, ഇവിടെ അല്ലല്ലോ വരാന്ന് വിചാരിച്ചത്. എങ്ങനെ കറങ്ങി ഇവിടുന്ന് കയറിയിട്ട് ഇനി പാംജുമേറെ പോയിട്ട്, അല്ല പാംജുമേറ അല്ല, നമ്മൾ മാറീനയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മെട്രോ പോകണം. പക്ഷെ ഈ സ്ഥലം അടിപൊളിയല്ലേ, ഒരു സ്ഥലം. എല്ലാ ആർക്കിടെക്ചർ ഒക്കെ ആയാലും ഇതിലൊക്കെ ഉള്ളൂ റെസിഡൻഷ്യൽ, പക്ഷെ അവിടെയൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. അർജാനിലൊക്കെ നമുക്ക് കയറിയിട്ട് നോക്കാം എങ്ങോട്ടാ പോവാൻ ചെയ്യുന്നത്. So eventually we reached the event point. So let's see. Let's go.
Actually, this is an event. That's a launching event for developers of Uzaifa. We worked with real estate before, so they will get an invitation to get to the event. There is a lot of people here. Like usually, the launch is like this. There's a lot of people inside. That's why we can't shoot inside. And let's see, like how we can people connect with the new people or something. Like if we get good people for our podcast, let's see. അപ്പോൾ നമ്മൾ ഇവന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഒരു നൈസ് ആയിരുന്നു ഫസ്റ്റ് ഇവന്റ്. ഇതുപോലെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റി. ഒരു ലക്ഷറി ബ്രാൻഡ്സിന് കൊളാബ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയെ കണ്ടു, ഒരു ഫ്രഞ്ചുകാരി. അതേപോലെ തന്നെ വേറെ ക്യാപിറ്റൽ വെഞ്ചറിന് വേണ്ടി ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ബിലാൽ. പുള്ളി നൈസ് കണക്ഷൻ ആണ്. പുള്ളിക്കാരൻ പോഡ്കാസ്റ്റ്, ഇവരാരും പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി അല്ല, പക്ഷെ ഇവർക്കൊക്കെ കുറേ ഐഡിയാസ് ഉണ്ട്. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡിനൊക്കെ പ്രൊഫൈലൊക്കെ ഷെയർ ചെയ്തു. ഇന്നത്തെ ദിവസം എന്തായാലും ഒരു ഇതായിരുന്നു പ്രൊഡക്റ്റീവ്. പക്ഷെ സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ സ്പേസ് എന്ത് രസമുണ്ട് ഇങ്ങനെ ഇരുന്ന് കാര്യം പറയാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ പോഡ്കാസ്റ്റ് ചെയ്തതിനെക്കാട്ടിൽ ഇങ്ങനെ വല്ല ഔട്ട്ഡോർ ഞാൻ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്പേസിലൊക്കെ വന്നിരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ ദുബായിൽ ഇങ്ങനെ ഒരു സ്പേസ് വന്നിരുന്ന് ചെയ്യുന്നതിനാണ് കുറെ. ഇപ്പൊ തന്നെ ഞങ്ങൾ എപ്പോ പൊക്കും അറിയത്തില്ല. അതാണ് നമ്മൾ ചുറ്റും 4 വർഷം നോക്കി ഇരിക്കുന്നത്. അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു നമ്മള് സ്റ്റുഡിയോ ചെയ്യുന്നതും ഇത്രയും രൂപ നമ്മള് ശരിയാട്ടോ. ഇത് ഇപ്പൊ ഒരു പോഡ്കാസ്റ്റ് ചെയ്തതിന് 450 ആയി, 450 rupees ആയി. നല്ലൊരു 10,000. ശരിയാ മോനെ, ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 450 dirhams, ഏതാണ്ട് 10,000 രൂപ ഒരു മണിക്കൂറത്തേക്ക്. നമ്മളിതേപോലെ 10 വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 4,500 ആവുമല്ലോ, എന്ന് വെച്ചാൽ 1,00,000 രൂപയാവുമല്ലോ. ഓക്കെ, അതാണ് സ്റ്റുഡിയോ. ഇപ്പൊ നമ്മളിപ്പോ റെന്റ് ഔട്ട് ചെയ്തല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ആയാലും എന്ത് ചെലവാ കാര്യങ്ങൾക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയി. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു 10 എണ്ണമൊക്കെ ബണ്ടിലായിട്ട് ഇവരടുത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഓഫർ തരുമായിരിക്കും അല്ലേ? ഇത്ര ഒരു കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ? പിന്നെ ഇവര് മാത്രമല്ല, കുറെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഉണ്ടല്ലോ. നമുക്ക് ആരെങ്കിലും ഒക്കെ ഓഫർ ഏറ്റവും ലോവസ്റ്റ് കിട്ടുന്ന പോലെ കൊളാബ് ചെയ്യാം. അങ്ങനെ എന്തായാലും let's see. Do you know what happened? Stop avada. We run for a bit. Cinematic shot, bro. We literally sweat. I had already my morning session, my workout, but I did the cardio right now again. And I don't need to do the workout. Oh, bro, it was crazy. And I asked the driver to can you stop on the side. He said, "That is the best stop. 100 meters ago." Anyway, we made it. സോ നമ്മൾ നമ്മുടെ ഓഫീസിൽ പോവാണ്. കത്രീന കോഫി പോഡ്കാസ്റ്റ് ഒരു റഫ് കട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അതെ അതെ, ഇന്ന് തന്നെ മാക്സിമം പെട്ടെന്ന് ചെയ്തിറക്കാൻ പറ്റുവാണെങ്കിൽ വാ. സോ ഇന്ന് തന്നെ ചെയ്തിറക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും ബെറ്റർ ആണ്. ഞങ്ങൾക്കും വീഡിയോ ഒന്ന് കാണണം, എങ്ങനെയുണ്ട് പോഡ്കാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കാണണം. പുള്ളിക്കാരനെ അയച്ചു കൊടുക്കാം. ഓ ലെറ്റ്സ് ഗോ. സമയം 27. ഇപ്പോൾ സംസാരിച്ചത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കി, നമ്മളിപ്പം ബിസിനസ്സും കാര്യങ്ങളും അത് റിലേറ്റഡ് ആയിട്ട് എന്തുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലേ കുറച്ചും കൂടെ ഒരു ഇതാവും. ഒരു സ്റ്റേജിനുള്ളിൽ പോയിരുന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാനൊരു കാര്യം. ഓവറോൾ എന്തായാലും നമ്മുടെ കോണ്ടന്റും ക്വസ്റ്റ്യൻസും അതൊക്കെ ഓക്കെ ആയിരുന്നു. ഇതെപ്പോ നമുക്ക് ഇന്ന് ഡൗട്ട് ഇപ്പൊ കിട്ടും. അതാണ് മാക്സിമം നമുക്ക് ഇന്ന് തന്നെ എന്തായാലും ഇതിപ്പോ അത്യാവശ്യം. ആക്ച്വലി ഒരു കാര്യം അറിയോ, ലൈക്ക് എനിക്കൊന്ന് ഇച്ചിരി ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. കാരണം 1 hour ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇത് 40 minutes അല്ലേ പോഡ്കാസ്റ്റ്. ഇത് വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 40 minutes, അപ്പം ഒരു 50 minutes 10 minutes കൂടി ഡീപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നതല്ല. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി എനിക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ലാസ്റ്റാണ് ഈ ഫാസ് ബ്രോ ആയിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് വന്നത്. പക്ഷെ പുള്ളിക്കാരൻ്റെ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ റാമോസുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോഴും ഇവരുടെ ആക്ഷനബിൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എഡിറ്റിംഗ് ഇന്ന് തന്നെ ചെയ്ത് കൊടുക്കണമെന്നുള്ള കാരണം നമ്മൾ അവിടെ നിന്ന് വന്നതുകൊണ്ട് ഒരിതുണ്ട് അല്ലേ? കാരണം നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യും,
കാറിലോട്ട് വരുമ്പോഴത്തേക്ക് എഡിറ്റ് എഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്പോട്ട് പരിപാടിയുണ്ട്. ഇവരൊക്കെ സക്സസ് ആയതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കുക എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ്, അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ അടുത്തില്ലേ, ഞങ്ങളുടെ അടുത്ത് പോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ പുള്ളി ചോദിച്ചു ഇതിന്റെ ഔട്ട് ഓഫ് കിട്ടും പുള്ളിക്ക് ഒരു ഇത് എന്നാണ് കിട്ടുന്ന സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ചെയ്ത് അയച്ചു കൊടുക്കാം. അങ്ങനെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പ്രോ അങ്ങനെ അയച്ചു കൊടുത്തു. ഇല്ല, കൊടുത്തില്ല, സെൻഡ് ആയില്ലല്ലേ. ഇനി റൂമിൽ പോയിട്ട് അയച്ചു കൊടുക്കാം.